ബംഗളൂരുവിൽ SIR വെരിഫിക്കേഷൻ എന്ന വ്യാജേന തട്ടിപ്പ് നടത്തി വയോധികനിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കലാക്കി തട്ടിപ്പു സംഘം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞാണ് വ്യാജ ആപ്പും QR കോഡും വഴി 82കാരന്റെ അക്കൗണ്ടിൽ നിന്ന് 3.49 ലക്ഷം രൂപ കവർന്നത്. ബംഗളൂരുവിലെ റുസ്തുംബാഗ് സ്വദേശിയായ R പാർത്ഥസാരഥിയാണ് തട്ടിപ്പിനിരയായത്. പരിശോധന അപൂർണമാണെന്നും വോട്ടർ രജിസ്ട്രേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പാർത്ഥസാരഥിക്ക് ഫോൺ കോൾ ലഭിച്ചത്. തുടർന്ന് വെരിഫിക്കേഷനായി 5 രൂപയുടെ പ്രോസസിംഗ് ഫീ നൽകാൻ ആവശ്യപ്പെടുകയും വ്യാജ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. പണമടയ്ക്കൽ പരാജയപ്പെട്ടപ്പോൾ തട്ടിപ്പുകാർ വാട്സ്ആപ്പ് വഴി QR കോഡ് അയച്ചു നൽകി. ഈ വ്യാജ ആപ്പും QR കോഡും വഴിയാണ് തട്ടിപ്പുകാർ വൃദ്ധന്റെ ഫോണിന്റെയും ബാങ്കിന്റെയും പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കിയത്. തുടർന്ന് ക്രെഡിറ്റ് കാർഡ് വഴി അനധികൃത ഇടപാടുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. किसी व्यक्ति ने जिलाधिकारी की एक फेक ID बनाई उनकी फोटो लगा करके और उस पर ये कहा कि मेरे एक मित्र हैं जिनका फर्नीचर बिकना है। तो एक फर्नीचर व्यवसायी इस मुगालते में आ गए कि वो DM साहब के मित्र हैं और बेचना चाहते हैं, तो उनके बताए गए उस अकाउंट में उन्होंने 50,000 रुपये डाल दिए और जब उसके बाद संपर्क करना चाहा तो पता चला कि उनके साथ इस तरह का धोखा हुआ है। उनकी शिकायत पे हम लोगों ने जांच कराई और सही पाया था, तो साइबर थाने में मुकदमा लिख लिया गया है। जल्दी ही वो व्यक्ति भी हम कोशिश कर रहे हैं कि पकड़ में आ जाएगा जिसने फेक ID बना करके और इस तरह की ठगी की है। രാജ്യത്ത് പലയിടത്തും SIR പരിശോധന നടക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമാകുന്നതായി സൈബർ പോലീസും സൈബർ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. വ്യക്തിവിവരങ്ങളോ രേഖകളോ OTPയോ പണമോ ഇത്തരത്തിൽ ആർക്കും കൈമാറരുതെന്നും ഔദ്യോഗിക സർക്കാർ മാർഗങ്ങളിലൂടെ അല്ലാതെ വാട്സ്ആപ്പ് വഴിയോ ലിങ്കുകൾ വഴിയോ വോട്ടർ പട്ടിക പരിശോധന നടക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.